പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് പോകുന്നത് പാലക്കാടിന് ദാഹജലം നൽകുന്ന ജലദേവതയുടെ അങ്കണത്തേക്കാണ്. അവിടെതാ കുളിച്ച് ഈറനായി കണ്ണുകളിൽ കരിയെഴുതി പച്ചപ്പട്ടണിഞ്ഞ് ദൂരം തൊട്ട് നമ്മെ വരവേൽക്കാനായി ഒരുങ്ങി നിൽക്കുന്നു. വഴിയേരിയിൽ മലമ്പുഴ ഡാമിന്റെ കനാൽ പാലത്തിന്റെ സൈഡിലാണ്. ഇളം മന്ദമാരുതനിൽ കുഞ്ഞോളങ്ങൾ നൃത്തം ചവിട്ടുന്നു. മുകളിൽ റോപ്പ് വേയിലൂടെ സഞ്ചാരികൾ സന്തോഷം പങ്കിട്ടുന്നു. അതിനപ്പുറത്ത് തൂക്കുപാലം, പിന്നെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസംഭരണിയായ മലമ്പുഴ ഡാമിന്റെ കൂറ്റൻ മതിൽ. അങ്ങകലെ തെക്കേ മലമ്പുഴയിലെ കുന്ന്. റോപ്പ് വേ ഈ ഭാഗത്ത് വന്നാണ് മടങ്ങിപ്പോകുന്നത്. 1991 ഒക്ടോബർ 26 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരനാണ് റോപ്പ് വേ ഉദ്ഘാടനം ചെയ്തത്. വളരെ മനോഹരമായ കാഴ്ചയാണ്. വണ്ടി നിർത്തി സുന്ദരമായ സ്ഥലങ്ങൾ കാണുമ്പോൾ ഞാൻ വണ്ടി നിർത്തും. അവയെ കുറേ സമയം നോക്കി നിൽക്കും. എത്ര മനോഹരമാണ്! ഇതാ ഇവിടെ കോട്ടേജുകളിൽ വന്നു തുടങ്ങി. ഇനി കവയിലെത്തുന്നവർക്ക് ഇവിടെ താമസിക്കാം. മറ്റൊരു സ്ഥലം കച്ചവടം നടത്താനിരുന്നു. എന്തും ഏതും കച്ചവടമാണല്ലോ. കവ എന്ന ജലദേവതയ്ക്ക് കാവൽ നിൽക്കുന്ന മലകളെയും ഒരു സമയം വെട്ടിനിർത്താം. ഡാമിന്റെ വലതുഭാഗത്ത് കാണുന്ന കുന്നുകളാണ് ഇത്. ഈ പാറകൾ ഒരു സമയത്ത് വെടിവെച്ച് തകർത്തു പാലക്കാട് ടൗണിൽ കോട്ടേഴ്സുകൾ നിർമ്മിച്ചെന്നവരാണ്. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, പള്ളിപ്പുറം അയ്യപ്പ ക്ഷേത്രം. ഇവിടെ നിന്നാൽ പ്രകൃതിയുടെ വനസൗന്ദര്യം ആസ്വദിക്കാനാവും. ഈ ചെമ്പകത്തിന്റെ ചുവട്ടിലാണ് അയ്യപ്പ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചെമ്പകം പൂത്തുലഞ്ഞ് മനോഹരമായി നിൽക്കുന്നു. കണ്ണെത്തുന്ന ദൂരത്ത് കൈതൊടും പോലെ കുന്നുകളും അവയുടെ ഇടയിൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന നിബിഡമായ വനങ്ങളും. താഴ്വാരത്ത് തെങ്ങുകളും മാവുകളും തേക്കുമരങ്ങളും പൂത്തുലഞ്ഞ് കണ്ണിന് കുളിരാകുന്നു. ഈ പാറക്കെട്ടിൽ അല്പസമയം വിശ്രമിച്ച് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. രാവിലെയും വൈകുന്നേരവും ഇവിടെ നല്ല തിരക്കായിരിക്കും. ഈ ക്ഷേത്രത്തിൽ നല്ലൊരു ഷെഡ് പോലുമില്ല. കാട്ടുമൃഗങ്ങൾ ധാരാളം ഇറങ്ങുന്ന സ്ഥലമാണ്. പൂജയും ഹോമങ്ങളും നടന്നിരിക്കുന്നു. അയ്യപ്പ ഭക്തന്മാർ ശബരിമലയ്ക്ക് ഇവിടെ നിന്നാണ് വ്രതം നോറ്റു പോകുന്നത്. ദൈവങ്ങൾ ചിതറി നിൽക്കുന്നു. ചെമ്പകത്തിന്റെ ചുവട്ടിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കാട്ടുമൃഗങ്ങൾക്കറിയില്ലല്ലോ മനുഷ്യന്റെ ദൈവങ്ങൾ. കവ എത്തിയിരിക്കുന്നു. നമ്മൾ വരുമ്പോൾ ഇടത് ഭാഗത്താണ് നമ്മൾ കാണാൻ കൊതിക്കുന്ന ജലദേവതയുടെ കൊട്ടാരം. കൊട്ടാരക്കെട്ടിനുള്ളിൽ പ്രവേശിച്ചാൽ കാഴ്ചകൾ മനോഹരമാണ്. അങ്ങകലെ കാണുന്ന കുന്നുകൾക്ക് താഴെയാണ് തെക്കേ മലമ്പുഴ. ഓരോ വ്യൂ പോയിന്റിലെയും കാഴ്ചകൾ വ്യത്യസ്തമാണ്. ഒരു ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ വിശാലമായ ജലാശയവും അകലത്തെ ചെറിയ തുരുത്തുകളുമാണെങ്കിൽ മറ്റൊരു വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ ജലാശയവും തോട്ടങ്ങളും കുന്നുകളും അവയുടെ മുകളിലൂടെ പാറിപ്പറക്കുന്ന കിളികളെയും അവയുടെ ശബ്ദമുഖരിതമായ അന്തരീക്ഷവും സഞ്ചാരികളെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും.
ഡിസംബർ ജനുവരി മാസത്തോടെ വെള്ളം പറ്റും. അപ്പോഴാണ് സിനിമാക്കാർ ഇവിടെ ചേക്കേറുന്നത്. വിനയൻ സാറിൻ്റെ അത്ഭുത ദ്വീപ്, നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാൽസന്റെ ഒടിയൻ, കന്മദം, എത്രയെത്ര സിനിമകൾക്ക് വേദിയായ സ്ഥലം. മലയുടെ മാറിടത്തിൽ നിന്നും ഒഴുകിയ നീരുറവുകൾ പറ്റിയ പാടുകൾ ഇപ്പോഴും കാണാം. മലമ്പുഴയുടെ കവ എന്നാണ് പറയുന്നതെങ്കിലും യഥാർത്ഥത്തിൽ കവയുടേതാണ് മലമ്പുഴ. കവയുടെ മലകളിൽ നിന്നും ധാരാളം അരുവികൾ ഉത്ഭവിച്ച് പല നദികളായി, നദികൾ കൂടിച്ചേർന്ന് മലമ്പുഴയായി. ഞാനിപ്പോൾ നിൽക്കുന്നത് കല്ലമ്പുഴയിലാണ്. മലകളിൽ നിന്നും പൊട്ടി ഉരുണ്ടുവരുന്ന ഉരുളൻ കല്ലുകൾ ചിതറിക്കിടക്കുന്നു. അതുകൊണ്ടാവാം ഈ നദിയെ കല്ലമ്പുഴ എന്ന് വിളിക്കുന്നത്. നദിയുടെ കളകളാരവും കാടിന്റെ കുളിർമയും കിളികളുടെ ശബ്ദവും സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ടതാണ്. മറ്റൊരു വിനോദസ്ഥലത്ത് പോകുന്നത് പോലെയല്ല കവ കാണേണ്ടത്. കവ പ്രകൃതി ഒരുക്കിയ ഉദ്യാനമാണ്. ഇവിടെ ചെടികളെ നട്ടു നനയ്ക്കുന്നില്ല, വളമിടുന്നില്ല, വെള്ളം ഒഴിക്കുന്നില്ല. അതെല്ലാം ചെയ്യുന്നത് പ്രകൃതിയാണ്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥ മാറുന്നതനുസരിച്ച് ഇവിടുത്തെ സൗന്ദര്യവും മാറും. ഇന്ന് അവധി ദിവസമല്ലാത്തതിനാൽ കുട്ടികൾ ഇവിടെ കുറവാണ്. അല്ലെങ്കിൽ ഇവിടെ വലിയ തിരക്കായിരിക്കും. കല്ലമ്പുഴ ഒഴുകുകയാണ്. ആനക്കൽ എന്ന പ്രദേശത്ത് ഒരു പാലത്തിന്റെ വർക്ക് നടക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ സഞ്ചാരികൾക്ക് മലമ്പുഴ ഡാം ചുറ്റി കനാൽ പാലത്തിന്റെ അരികിലൂടെ വന്ന് റോപ്പ് വേയിലൂടെ മടങ്ങിപ്പോകാനാവും. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇത് പാലക്കാടൻ ഗ്രാമമാണോ എന്ന് പോലും സംശയം തോന്നും. ആ കാണുന്ന സ്ഥലമാണ് തെക്കേ മലമ്പുഴ. ഇവിടെ നിന്നും കാട്ടിലൂടെ 2 വീലറിൽ വേണം ഇപ്പോൾ അവിടെ എത്താൻ. തെക്കേ മലമ്പുഴയിൽ എത്തുമ്പോഴാണ് ജലദേവതയുടെ കൊട്ടാരത്തിന്റെ വിശാലത മനസ്സിലാവുക. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലശേഖരം കണ്ണെത്താത്ത ദൂരത്തോളം പടർന്നു കിടക്കും. മലയുടെ മാറിലൂടെ കോടമഞ്ഞ് അറിയിക്കിടക്കും. ആ മറയ്ക്കുള്ളിലൂടെ ജലദേവത നമ്മെ ഓരോരുത്തരെയും ഒളിഞ്ഞു നോക്കുന്നുണ്ട്. 1956 മുമ്പ് ഇതൊരു ഗ്രാമമായി. തെങ്ങും മാവും പ്ലാവും കരിമ്പനകളും വയലുകളും വീടുകളും നിറഞ്ഞ പാലക്കാടൻ ഗ്രാമം. ഡാം വന്നതോടുകൂടി അവരെല്ലാം കുടിയൊഴിക്കപ്പെട്ടു. 1949 മദ്രാസ് പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന ഭക്തവത്സലനാണ് മലമ്പുഴ ഡാമിന് തറക്കം വെച്ചത്. 1955 ഒക്ടോബർ 6 അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ കാമരാജ് ഉദ്ഘാടനം ചെയ്തു. അന്ന് ഈ പ്രദേശം മുഴുവനും മദ്രാസിന്റെ കീഴിലായിരുന്നു. 1956 സംസ്ഥാന പുനഃസംഘടനയ്ക്ക് ശേഷമാണ് മലമ്പുഴ ഡാം കേരളത്തിന്റെ ഭാഗമായത്. മഴക്കാലത്ത് നദികളിലൂടെ ജലം കുത്തിയൊഴുകി സംഹാരരാഷ്ട്രനായി ഇവിടെ എത്തും. ജലദേവത തന്റെ കൊട്ടാരക്കെട്ടിനുള്ളിൽ ആ ജലത്തെ തടഞ്ഞു നിർത്തും. ആ സമയത്ത് വന്നാൽ ഇവിടെ ഒരു ജലസമുദ്രത്തെ തന്നെ ദർശിക്കാനാവും. മഞ്ഞുകാലമാകുന്നതുകൂടി ജലം വറ്റി പച്ചപ്പുല്ലുകൾ വിരിച്ച പോലെയാകും ഈ ജലസംഭരണം. ആ സമയത്ത് വാഹനങ്ങൾ ഉള്ളിലേക്ക് സഞ്ചാരികൾക്ക് കളിക്കുകയും ചിരിക്കുകയും കഥകൾ പറഞ്ഞ് മയങ്ങുകയും ചെയ്യും. ഞാനിപ്പോൾ നിൽക്കുന്നത് മലമ്പുഴ ഇടതുഭാഗത്തെ കുന്നിന് മുകളിലാണ്. ഇവിടെ അസ്തമ സമയത്ത് കുടുംബത്തോടെ വന്നിരിക്കാൻ കഴിയും. മുകളിലോട്ട് പോകരുത്, കാട്ടുമൃഗങ്ങൾ ധാരാളമുള്ള സ്ഥലമാണ്. ഈ മലകളിലൂടെ ഒഴുകിയെത്തിയ ജലം ഡാമിന്റെ 2 കനാലിലൂടെ പുറത്തേക്ക് ഒഴുകുന്നു. കുടിക്കാനും കൃഷിക്കുമായി പാലക്കാടിനെ കുളിരണിയിപ്പിക്കുന്നു. സഞ്ചാരികൾ ധാരാളമായി വരുന്നുണ്ട്. അവർ വ്യൂ പോയിന്റിലിരുന്ന് സമയം ചെലവഴിക്കും. റോഡുകൾ അത്ര നല്ലതല്ല, എന്നാലും സഞ്ചാരികൾക്ക് കുറവില്ല. ഈ ഭാഗത്താണ് കൂടുതൽ സഞ്ചാരികൾ വരുന്നത്. കാരണം ഇവിടെ നിന്നും അടുത്താണ് റോപ്പ് വേ. വേനലാകുന്നതോടുകൂടി ഇവിടെ ജലം കുറയും. കാട്ടുമൃഗങ്ങൾ വെള്ളം കുടിക്കാനായി താഴോട്ടിറങ്ങും. പാലക്കാടിന്റെ ഈ സൗന്ദര്യധാമത്തിന്റെ കണ്ണുകൾ കുണ്ടിലേക്ക് താഴും. അവളപ്പോൾ കുളിക്കാറില്ല, നനയ്ക്കാറില്ല. അവളുടെ സ്തനങ്ങൾ ചുട്ടുപോകും, കണ്ണുകൾ ഇറനടിയും. അപ്പോഴും അവളുടെ
നമ്മുടെ മാറിൽ നിന്നും ഇറ്റിറ്റു വീഴുന്ന അവസാനത്തെ തുള്ളി ദാഹജലം പാലക്കാടിന് കുളിരണിയിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.